നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ടോ? പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്നൊന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ച് ആണോ അല്ല എന്നുള്ളവർ ഒന്ന് ഉറച്ചു പറഞ്ഞേ. എനിക്ക് സംശയമായിട്ട് ചിലപ്പോഴും പാറ്റയാണോ എന്ന്. ആണോ? ആ മിടുക്കി പറഞ്ഞു. ബാക്കി എല്ലാരും കൂടെ ഉറച്ചു പറഞ്ഞേ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ അല്ല എന്ന്. പോരാ പോരാ, ശബ്ദം പോരാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, ചായ കിട്ടിയല്ലോ. എൻ്റെ പൊന്ന് മോഹനണ്ണ, പിള്ളേർ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടല്ല, പിള്ളേരെ ചാണം തിന്നാത്തതുകൊണ്ട് പിള്ളേർ മിണ്ടൂല. കഴിഞ്ഞ ദിവസം നമ്മൾ ആളെ മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മുടെ കേരള VC തന്നെയാണ് മോഹനൻ കുന്നുമ്മൽ എന്ന് പറയും. കഴിഞ്ഞ ദിവസം RSSൻ്റെ പരിപാടിയിൽ പോയിട്ട് വന്ദേമാതരം പാടാത്തവർക്ക് അമ്മയില്ല എന്ന് പറഞ്ഞ അതേ മുതൽ തന്നെയാണ് ഇന്ന് RSSൻ്റെ അല്ലാത്തൊരു പരിപാടിക്ക് പോയിട്ട് പിള്ളേരോണ്ടൊക്കെ നിങ്ങളൊന്നും പറ്റകളല്ല, നിങ്ങളെന്താണ് സിംഹമാണോ എന്ന് ചോദിച്ചപ്പോഴേ പിള്ളേരാരും മിണ്ടിയില്ലാന്ന്. പിള്ളേർ മിണ്ടാൻ മാക്സിമം പരിപാടികളൊക്കെ ചെയ്ത് നോക്കി, വീണ്ടും വീണ്ടും ചോദിച്ചു നോക്കി, പിള്ളേർ മിണ്ടുന്നില്ല. അവിടെ ഇരിക്കുന്നവർ മിക്കവാറും വല്ല ജെൻസി ആണെന്ന് പറയാൻ പറ്റില്ല, ജെൻ ആൽഫൊക്കെ ഇരിക്കും, അത്രയും ചെറിയ പിള്ളേരാണ്. ആ പിള്ളേർക്ക് പോലും ബോധ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെപ്പോലത്തെ ഈ പ്രൊപ്പഗണ്ട ന്യൂസുകൾ അല്ലെങ്കിൽ പ്രൊപ്പഗണ്ടകൾ പരത്തിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം അങ്ങോട്ട് വളർത്താൻ വേണ്ടിയിട്ട് ആളുകളെ തമ്മിലടുപ്പിക്കുക, അല്ലെങ്കിൽ തമ്മിൽ ഒരു പ്രശ്നം വരട്ടെ എന്നുള്ള രീതിയിൽ വന്ദേമാതരം പാടാത്തവർക്ക് അമ്മയില്ല എന്നൊക്കെ പച്ചക്ക് വിളിച്ച് പറയുന്ന ഒരു പ്രത്യേകതരം കൂട്ടരാണല്ലോ നിങ്ങൾ. അപ്പം നിങ്ങളെക്കാൾ ബുദ്ധി ഈ പറഞ്ഞ ചെറിയ പിള്ളേർക്കുണ്ട് എന്ന് വീണ്ടും തെളിയിച്ച് നിൽക്കുക. അപ്പം കഷ്ടം. ഏതായാലും മുകേഷ് പറഞ്ഞ പോലെ ഒത്തില്ല. ഈ ഡയലോഗ് പറഞ്ഞ് തൽക്കാലം അവിടുന്ന് വെള്ളം കുടിച്ച് വണ്ടി കയറി പോകുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ നല്ലത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് കഴക്കൂട്ടത്ത് വെച്ച് നടന്നിരുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു വിദ്യാർത്ഥി അനുമോദന വേദിയായിരുന്നു. അവിടെ വന്നിട്ടാണ് നമ്മുടെ VC ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ ഈ ഒരു ഡയലോഗ് പറഞ്ഞു നോക്കിയത്. ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും പാറ്റകളെ കയറ്റി വിട്ടിട്ട് ഇപ്പോൾ പാറ്റകളെ കൊണ്ട് ഒരു സ്വൈര്യമില്ലാതെ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ പോലും, അതായത് പാർലമെൻറ്റിൽ പോലും കയറാൻ പറ്റാത്ത രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ്. ആ ടീമിനെ താങ്ങി നടക്കുന്ന നിങ്ങളൊക്കെ ഈ പറഞ്ഞ പിള്ളേരുടെ അടുത്ത് ഒരടവെടുത്തിട്ടും കാര്യമില്ലാന്ന്. പിള്ളേർക്ക് നല്ല ബോധ്യവും ബോധവും ഉണ്ട്. നിങ്ങളെപ്പോലെയല്ല. നിങ്ങളൊക്കെ ഇങ്ങനെ മറ്റേ ഈ പടച്ചട്ട കിട്ടിയിട്ടുള്ള ഈ കുതിരകളെ പോലെ ഒറ്റ കാഴ്ച മാത്രമേ നിങ്ങൾക്കൊക്കെ ഉള്ളൂ. അതെല്ലായിടത്തും പരത്താമെന്ന് വിചാരിക്കുന്നതൊക്കെ വെറുതെയാണ്. കാലം മാറി, കോലവും മാറി, ആളുകളൊക്കെ മാറി എന്നുള്ള ചിന്ത നല്ലതാണ്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ? നമ്മുടെ BJP IT സെല്ല്, BJP വാട്സപ്പ് യൂണിവേഴ്സിറ്റി, ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി, മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഓൾമോസ്റ്റ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയിട്ടുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. പറയുമ്പോൾ VC ആണ്, ഡോക്ടറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഉപഭോഗ ചിന്താഗതികളൊക്കെ ഉണ്ടല്ലോ, ഈ ഭൗതിക ചിന്താഗതികളും മറ്റ് പല ചിന്താഗതികളൊക്കെ ഇപ്പോഴും നിങ്ങളൊക്കെ ആ ചാണകത്ത് പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബോധ്യം വന്നിട്ട് ഇപ്പോഴത്തെ തലമുറൻ്റെ മുമ്പോട്ട് വെളുപ്പിക്കാൻ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് തിരിച്ച് പിള്ളേർ കരിയോല വയ്ക്കും. അതാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു ചിന്ത നിങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇന്നലത്തെ ഈ ഒരു വേദിയിലെ ഈ ഗവർണർ ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞ മറ്റേ അതേ ഗ്രൂപ്പ് പെട്ട ഒരാൾ, പിന്നെ നമ്മുടെ മുരളീധരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്ന ഒരു വേദി തന്നെ ആയിരുന്നു. അപ്പോൾ ഇവന്മാരുടെ ഒരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആവശ്യമുള്ള, അതായത് കറക്റ്റ് മനസ്സിലായി. ഈ പറഞ്ഞ BJP IT സെല്ലിനും BJPയുടെ നേതാക്കൾക്കും മനസ്സിലായി പിള്ളേരുടെ ഇടയിൽ ഞങ്ങൾക്ക് വളരെ കെട്ട അഭിപ്രായമാണ് ഞങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ. ഞങ്ങളെന്ന് പറഞ്ഞാൽ വളരെ മോശക്കാരാന്നുള്ളൊരു തോന്നൽ ഇവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് വന്നതുകൊണ്ട് തന്നെ ഇപ്പം ഈ പിള്ളേരുടെ ഇടയിൽ എങ്ങനെ നല്ല ചിന്തകൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി ഞങ്ങളെ സ്വയം വെളുപ്പിക്കാം എന്നാലോചിച്ച് കുറേ പേര് അങ്ങ് ഇറക്കി വിട്ടിട്ടുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് പല മേഖലയിലും ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഇറക്കി വിട്ടിട്ടുണ്ട്. പക്ഷേ പിള്ളേർക്ക് ബോധ്യം വന്നു എന്നുള്ളത് കൊണ്ട് പിള്ളേരാരും മിണ്ടിയില്ല പരിപാടിക്ക്. ചില വീഡിയോൻ്റെ ഒരു ഫുൾ സ്ട്രക്ചർ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത്രത്തോളമാണ് ഇങ്ങനെ നിന്ന് ഈ അപമാനിക്കപ്പെടുന്ന ഒരു കേരള VCയുടെ അവസ്ഥ നിങ്ങൾക്കൊന്ന് കാണാം. നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ടോ? പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്നൊന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ച് ആണോ അല്ല എന്നുള്ളവർ ഒന്ന് ഉറച്ചു പറഞ്ഞേ. എനിക്ക് സംശയമായിട്ട് ചിലപ്പോഴും പാറ്റയാണോ എന്ന്. ആണോ? ആ മിടുക്കി പറഞ്ഞു. ബാക്കി എല്ലാരും കൂടെ ഉറച്ചു പറഞ്ഞേ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ അല്ല എന്ന്. പോരാ പോരാ, ശബ്ദം പോരാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, ചായ കിട്ടിയല്ലോ. നിങ്ങൾ ഈ രാജ്യത്തിന്റെ കരുത്തായ സിംഹങ്ങളാണ്, ദുർഗാദേവികളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന നാളുകൾ മികവിൻ്റെതാണ്. നിങ്ങളെ ലോകത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കും. അപ്പൊ അതിൻ്റെതാണ്. കണ്ട നിങ്ങൾ ഈ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും ഒക്കെ ഈ ദുർഗാദേവിനി മറ്റ് ദേവിമാർക്ക് കുത്തിക്കയറ്റുമ്പോഴേ പിള്ളേർക്കൊക്കെ കാര്യം മനസ്സിലാവും.
നിങ്ങളുടെ ഉള്ളിലുള്ള ആ വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ, ആ ഒരു ചെറ്റ ചിന്താഗതി എന്ന് പറയുന്നത്, ആ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ഇഷ്ടം. ആ പിള്ളേർക്ക് എന്ത് വേണോ അവരവർ ചെയ്യട്ടെ. അവർക്ക് ദുർഗാദേവി വേണോ അതല്ലെങ്കിൽ രാജ്യം വേണോ എന്നുള്ളത് അവർ തീരുമാനിക്കും. നിങ്ങൾ ദുർഗനെയും അല്ലെങ്കിൽ സിംഹത്തിനും ഒരുമിച്ച് എല്ലാം കൂടെ അങ്ങോട്ട് കുത്തിക്കയറ്റുമ്പോണ്ടല്ലോ പിള്ളേരത് കണ്ണിലെടുക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് കാണിച്ചു തരാണ് ഈ ഒറ്റ വീഡിയോയിൽ പിള്ളേർ മിണ്ടാണ്ടിരുന്നത്. അതല്ലെങ്കിൽ ഇത്തരത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പിള്ളേർ വിളിച്ചു പോകും അവരുടെ ഉള്ളിലെ താല്പര്യങ്ങൾ. പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യം അതല്ലാത്തത് കൊണ്ട് തന്നെ അവരെല്ലാവരും മിണ്ടാണ്ടിരുന്നു. ബാക്കി കേൾക്കും. ചെയ്യാൻ ഉള്ള കാര്യം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കണം. ഏത് കോഴ്സ് പഠിക്കണമെന്ന് നിങ്ങളുടെ അയൽവാസി പറയും, അച്ഛൻ പറയും, ടീച്ചർ പറയും. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കോഴ്സ് ഏതാണ് അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തും പഠിക്കാം. എന്തും പഠിക്കാനുള്ള അവസരം എല്ലാ യൂണിവേഴ്സിറ്റികളിലുമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ യൂണിവേഴ്സിറ്റിയായ കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്, ആരോഗ്യ സർവകലാശാലയിലുണ്ട്. അതിൽ നിങ്ങൾ എന്തു പഠിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, പഠിക്കുന്നതിൽ നിങ്ങൾ ടോപ്പ് ആകണം എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ടോപ്പ് ആയിട്ടുണ്ട് അല്ലേ? സ്കൂളിൽ, ക്ലാസ്സിൽ എല്ലാം ടോപ്പ് ആയിട്ടുണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് തുടരാൻ കഴിയും. അത് തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളെ പാറ്റകളെന്ന് വിളിക്കുന്ന ആളുകൾ പാറ്റകളെ പോലെ ഇല്ലാതാവും. ഈ പിള്ളേരെ പാറ്റകൾ എന്ന് വിളിച്ചത് നിങ്ങളുടെയൊക്കെ തന്നെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലേ. പാറ്റകൾ എന്ന് വിളിച്ചത് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ഇല്ലാണ്ട് നടക്കുന്ന, ജോലി കിട്ടുന്നില്ല, തൊഴിലവസരങ്ങളൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് ജോലിയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവരൊക്കെ പാറ്റകൾ എന്ന് വിളിച്ചത് ഇതേ ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ പിന്നെ നിങ്ങൾ പാറ്റകളല്ലാതെ നിങ്ങളെല്ലാവരും കൂടെ പിന്നെ ടോപ്പ് ആവാൻ കഴിയില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലും കയറി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ കോഴ്സിലും ഒരു ടോപ്പറല്ലേ കാണുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് ടോപ്പാക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള എന്തിനാണ് ആളുകളെ തമ്മിൽ ഈ പിള്ളേരുടെ മനസ്സിലോട്ട് എന്തിനാണോ ഇങ്ങനത്തെ കുത്തിക്കയറ്റി വിടുന്നത്? നിങ്ങളൊക്കെ ഉള്ളിലുള്ള ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് അന്ന് ആ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് നിങ്ങൾ RSS വേദിയിൽ നിങ്ങൾ കൊണച്ചിരുന്നല്ലോ. അതായത് വന്ദേമാതരം പറയാത്തവർക്കൊന്നും അമ്മയില്ല എന്ന് പറഞ്ഞ ടീംസാണ് നിങ്ങൾ. അത് കണ്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പറയാനുണ്ട്. ഇമാതിരി VCകളൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് പുച്ഛം തോന്നുന്നത്. ഇപ്പോൾ കേട്ടോക്ക് ബാക്കി അയാളെ അന്ന് പറഞ്ഞ ഡയലോഗ് കൂടെ അതിൻ്റെ കൂടെ ഒന്ന് വെക്കേണ്ടതായിട്ടുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ ഭാരതാംബ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വന്ദേ മാതരം എന്ന് പറയുന്നത്. അമ്മയാണ് ഈ ഭാരതഭൂമി, അമ്മയാണ്. വന്ദേ മാതരം എന്ന് നമ്മൾ പറയുന്നത്, പാടുന്നത് അതുകൊണ്ടാണ്. അമ്മയാരാണെന്ന് അറിയാത്തവരാണ് വന്ദേ മാതരം പറയുന്നതിനെ എതിർക്കുന്ന ആളുകൾ. പക്ഷേ അമ്മയാരാണെന്ന് അറിയുന്ന ആളുകൾ, അമ്മ എന്താണെന്ന് അറിയുന്ന ആളുകൾ വന്ദേ മാതരം എന്ന് തന്നെ എപ്പോഴും പറയും. അങ്ങനെയാണ് പറയുന്നത്. ശരി, സംഖ്യക്ക് 2026 ആയപ്പോഴാണ് അമ്മമാരുണ്ടായത്. അതായത് വന്ദേമാതരം പാടുന്നവർക്കും അംഗീകരിക്കുന്നവർക്കും മാത്രമേ അമ്മമാരുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും അമ്മല്ല എന്ന് പറഞ്ഞ് 2025 വരെ നിങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു. കഴിഞ്ഞ 12 വർഷമായിട്ട് നിങ്ങളുടെ GNL ഭരിക്കുന്നത്. പ്രത്യേകിച്ച് 2014 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, 2019 ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഒരു ബില്ലൊക്കെ എന്ന് പറഞ്ഞാൽ പാസ്സാക്കാമായിരുന്നു. അന്നൊന്നും പാസ്സാക്കാത്ത ബില്ല് 2026 ആയപ്പോൾ പാസ്സാക്കണം എന്നുള്ള തോന്നലുണ്ടല്ലോ. അത് ചിലപ്പോൾ ചെന്നി മുക്കുന്ന സമയത്തെ ഓരോ അജണ്ടകളുണ്ടല്ലോ, ഇപ്പം തമ്മിലടുപ്പിക്കാനും അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ വിദ്വേഷം കൊണ്ടുവരാനും ഇപ്പം ദുർഗാദേവിയൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കയറണം എന്നുണ്ടെങ്കിൽ അത് ഇപ്പം തോന്നിയിട്ടുള്ളൊരു ബുദ്ധിയെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ 2025 കഴിയുന്നവരെ അമ്മമാരില്ലാണ്ട് ഫാദർലാൻഡ് ഇസ്രായേൽ മാത്രമായിട്ട് ചിന്തിച്ച് നടന്ന നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനത്തെ പല ബുദ്ധികളും പല തോന്നലുകളും വരും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾക്ക് ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃരാജ്യമാണ്, നമ്മുടെ സ്വന്തം രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിനെ സ്നേഹിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ അമ്മ നമ്മുടെ ഇന്ത്യയല്ല, അത് ഞങ്ങൾക്ക് വീട്ടിലുണ്ട്. ഞങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ മാതാവ് എന്ന് പറഞ്ഞിട്ടുള്ള വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മാതൃരാജ്യമാണ് ഇന്ത്യ, അല്ലാതെ മാതാവല്ല ഇന്ത്യ എന്നുള്ളത് പറയാം. അതങ്ങനെ തന്നെ പറയണം. എനിക്ക് എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നുണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഈ ഇമോഷണൽ ഡയലോഗുകൾ അടിക്കുമ്പോഴേ മാതാവില്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഭയങ്കര രസകരമായിട്ടുള്ള ഡയലോഗുകളാണ് നിങ്ങൾ അടിക്കുക. അത് കയ്യിൽ വെച്ചാൽ മതി, അത് നല്ലത്. എപ്പോഴും ഏതാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് മോദി മീഡിയ അല്ല, അതല്ലെങ്കിൽ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ല, അല്ലെങ്കിൽ മോദി ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി അല്ല, അവർക്ക് ബോധവും വിവരവും ഉണ്ടെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ നിങ്ങളെപ്പോലത്തെ പല ടീംസും സംഘപുത്രന്മാർ ഇതുപോലെ പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ പറഞ്ഞ് ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് സംഘിക്കുഞ്ഞുങ്ങൾ എടുക്കുമായിരിക്കും. അതല്ലാത്ത ഒരാളും അത് കേൾക്കാനോ അത് പറയാനോ അല്ലെങ്കിൽ അതിന് മറുപടി പറയാനോ പോലും വാ തുറക്കില്ല എന്ന് ഇന്ന് നമ്മുടെ കേരള VCക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ല ഇന്നലെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പിള്ളേർക്ക് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്നുണ്ട് മിണ്ടാണ്ടിരുന്ന പിള്ളേരോട്. അതായത് അവർക്ക് അറിയാം എന്താണ് കാര്യം എന്നുള്ളത്. സാധാരണ പിള്ളേർ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ചു പോകും. പിള്ളേർ മിണ്ടിയത് പോലുമില്ല, വീണ്ടും എടുത്ത് ചോദിച്ചിട്ട് പോലും മിണ്ടിയില്ല. അതാ പിള്ളേർ കാണിച്ചിട്ടുള്ള അവരുടെ ബോധ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാണ്. അപ്പം ഇതെന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം. അവരുടെ ഈ പറഞ്ഞ സംഘപുത്രന്മാരും കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ ഉള്ളിലിരിപ്പോൾ എന്താണെന്നും കൂടെ നമുക്ക് കാണാമല്ലോ അല്ലേ. കഷ്ടം, വേറെ എന്ത് പറയാൻ അതിനോടൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ മാക്സിമം ഷെയറും ലൈക്കൊക്കെ ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.